നമസ്കാരം. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ LDF മുന്നണിക്ക് നേരിടേണ്ടി വന്ന അപ്രതീക്ഷിതവും അതോടൊപ്പം തന്നെ ദയനീയവുമായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം അതാകട്ടെ CPM-നുള്ളിൽ വലിയ തോതിലുള്ള ആഭ്യന്തര കലഹങ്ങൾക്കും അതോടൊപ്പം തന്നെ തിരുത്തൽ വാദങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ്. കാരണം മുൻകാലങ്ങളിൽ അജയ്യരെന്നും ശക്തരെന്നും വിശേഷിപ്പിക്കപ്പെട്ട നേതൃത്വത്തിൻ്റെ തന്ത്രങ്ങൾ പാളി എന്ന വിലയിരുത്തലുകൾക്കിടയിൽ പാർട്ടിയുടെ അടിത്തറ ഇളകിയതിൻ്റെ കാരണങ്ങളൊക്കെ തന്നെ അന്വേഷിച്ചുകൊണ്ട് അണികളും അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളും ഇപ്പോൾ രംഗത്തെത്തിക്കഴിഞ്ഞു. ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച താൽക്കാലിക പരാജയമല്ലെന്നും വർഷങ്ങളായിട്ട് പാർട്ടിക്കുള്ളിൽ തന്നെ പുകഞ്ഞുകൊണ്ടിരുന്ന അസംതൃപ്തികളുടെയൊക്കെ തന്നെ അതോടൊപ്പം തന്നെ അവഗണനകളുടെയും ഒക്കെ തന്നെ ബാക്കി പത്രമാണെന്നുമുള്ള വിലയിരുത്തലുകൾ രാഷ്ട്രീയ നിരീക്ഷകരുടെ പങ്കുവയ്ക്കുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗവും പാർട്ടിയുടെ മുൻനിര വനിതാ നേതാവുമായിട്ടുള്ള PK ശ്രീമതി പരസ്യമായി ഈ തിരിച്ചടിയെ ലജ്ജാകരമെന്ന് വിശേഷിപ്പിച്ചതോടെ പാർട്ടിയിലെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അപ്രമാദത്തിനെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു വികാരമാണ് ഇപ്പോൾ ഇവിടെ പുറത്തു വരുന്നത്. കാരണം പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഒരു വ്യക്തിയിലേക്ക് മാത്രം ചുരുക്കാൻ അവർ തയ്യാറാകുന്നില്ലെങ്കിലും സൂചനകൾ വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെയും നയങ്ങളിലേക്കാണെന്ന് ഇവിടെ വ്യക്തമാണ്. പാർട്ടി നേരിട്ട ഈ കനത്ത തിരിച്ചടിക്ക് കാരണം താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളുടെ വീഴ്ച മാത്രമല്ല, മറിച്ച് ഉപജാപക സംഘങ്ങളുടെ അഹങ്കാരവും അണികളിൽ നിന്നും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളിൽ നിന്നുമൊക്കെ തന്നെ നേതൃത്വം അകന്നു പോയതുമാണെന്ന പൊതുവികാരം CPIM അണികൾക്കിടയിലും ഇപ്പോൾ ശക്തമാണ്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളും കുടുംബ കേന്ദ്രീകൃതമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളും ഒക്കെ തന്നെ പ്രത്യേകിച്ചും മന്ത്രി മുഹമ്മദ് റിയാസ് PA മുഹമ്മദ് റിയാസിന് പാർട്ടിക്കുള്ളിൽ അനാവശ്യ പ്രാധാന്യം നൽകിക്കൊണ്ട് മരുമോനിസം വളർത്താൻ ശ്രമിക്കുന്നതുമാണ് ഈ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയതെന്ന ആക്ഷേപം ശക്തമായിട്ട് ഉയരുന്നുണ്ട്. PK ശ്രീമതിയെയും KK ശൈലജയെയും പോലെയുള്ള ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള മുതിർന്ന നേതാക്കളെ അവരെ സംസ്ഥാന നേതൃത്വം കാലങ്ങളായിട്ട് വെട്ടിനിരത്താനും പാർശ്വവൽക്കരിക്കാനും ശ്രമിച്ചിരുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാണ്. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ശ്രീമതിയെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ മുഹമ്മദ് റിയാസിനെ പ്രതിഷ്ഠിക്കാൻ വരെ സംസ്ഥാനത്തെ ഒരു വിഭാഗം മുൻകൈയെടുത്തിരുന്നുവെങ്കിലും കേന്ദ്ര നേതൃത്വത്തിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടലുകളിലൂടെയാണ് അവർ ഈ സ്ഥാനം നിലനിർത്തിയത്. തുടർന്നുണ്ടായ സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിൽ നിന്ന് പോലും അവരെ അകറ്റി നിർത്താനായിട്ട് ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങളും നടന്നിരുന്നുവെന്നും കേന്ദ്രത്തിൻ്റെ സംരക്ഷണയിലാണ് അവർ ഈ പ്രതിബദ്ധങ്ങളെയൊക്കെ തന്നെ മറികടന്നതെന്നുമുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും പാർട്ടിയിലെ ആഭ്യന്തര ഭിന്നതയുടെ ആഴം അത് വ്യക്തമാക്കുന്നതാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലാകട്ടെ പേരാവൂർ മണ്ഡലത്തിൽ KK ശൈലജ നേരിട്ട അപ്രതീക്ഷിതമായിട്ടുള്ള പരാജയം അത് പാർട്ടി വൃത്തങ്ങളെ അങ്ങേയറ്റം ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം മട്ടന്നൂർ പോലെയുള്ള സുരക്ഷിത മണ്ഡലത്തിൽ നിന്ന് മാറ്റി ശൈലജയെ പേരാവൂരിൽ മത്സരിപ്പിച്ചത് അവരെ രാഷ്ട്രീയമായിട്ട് തകർക്കാനും ഇല്ലാതാക്കാനും ബലിയാടാക്കാനുമുള്ള നേതൃത്വത്തിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നുവെന്ന രീതിയിൽ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ പാർട്ടിക്ക് പുറത്തും കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെയൊക്കെ തന്നെ പൂർണ്ണമായി തള്ളിക്കളയുന്ന PK ശ്രീമതി കണ്ണൂർ ജില്ലയിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് താനും ശൈലജയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഒരുമിച്ചിരുന്ന് ഐക്യകണ്ഠേനയാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. മുൻപ് കേവലം 3000 വോട്ടുകൾക്ക് നഷ്ടപ്പെട്ട പേരാവൂർ മണ്ഡലം തിരിച്ചു പിടിക്കാനായിട്ട് KK ശൈലജയുടെ ജനപ്രിയ ഇമേജിനെ സാധിക്കുമെന്ന ലളിതമായിട്ടുള്ള രാഷ്ട്രീയ കണക്കുകൂട്ടലിലാണ് പാർട്ടി ആ ഒരു തീരുമാനമെടുത്തത്. തോൽക്കുമെന്ന് LDF ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ഭരണം നിലനിർത്താനായിട്ട് തങ്ങൾക്ക് കഴിയുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു മുന്നണിയെന്നും പറയുന്ന അവരാകട്ടെ ഈ തോൽവിക്ക് പിന്നിൽ പ്രവർത്തിച്ച ഘടകങ്ങളെക്കുറിച്ച് പാർട്ടിയിൽ ആഴത്തിലുള്ള സ്വയം വിമർശനപരമായിട്ടുള്ള പരിശോധനകൾ നടക്കുകയാണെന്നും ഇപ്പോൾ കൂട്ടിച്ചേർത്തു. സ്വന്തം മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ ഉള്ളിലിരിപ്പ് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കാതെ പോയതാണ് പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയമെന്ന് നേതാക്കൾ തന്നെ ഇവിടെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അണികളും അതോടൊപ്പം തന്നെ വോട്ടർമാരും സജീവമായിട്ട് സഹകരിക്കുകയും പുറമേക്ക് ചിരിക്കുകയും ചെയ്തെങ്കിലും അവരുടെ മനസ്സിൽ നേതൃത്വത്തോടുള്ള കടുത്ത അമർഷവും നിസ്സംഗതയും പുകയുകയായിരുന്നുവെന്ന് വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പയ്യന്നൂർ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ പോലും കഴിഞ്ഞ 5 വർഷത്തിലേറെയായിട്ട് നിലനിൽക്കുന്ന ആഭ്യന്തര ഗ്രൂപ്പ് തർക്കങ്ങളും ചേരിതിരിവുകളും ഒക്കെ തന്നെ തിരിച്ചടിയുടെ ആക്കം കൂട്ടിയിട്ടുണ്ട്. കയ്യൂരും അതോടൊപ്പം തന്നെ തൃക്കരിപ്പൂരും ഉൾപ്പെടുന്ന ചരിത്രപ്രസിദ്ധമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മണ്ണിൽ പയ്യന്നൂർ നഗരവുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്ന ജനങ്ങളുടെ മനസ്സ് മാറിയത് സംഘടനയ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയ ഒരു വീഴ്ച തന്നെയാണ്. ഇത്തരം ആഭ്യന്തര വീഴ്ചകളെ സംബന്ധിച്ച് താഴെത്തട്ടിലുള്ള ബ്രാഞ്ച് കമ്മിറ്റികൾ മുതൽ മുകളിലോട്ടുള്ള എല്ലാ ഘടകങ്ങളിലും സൂക്ഷ്മമായിട്ടുള്ള പരിശോധനകൾ നടത്തി ഈ തെറ്റുകൾ തിരുത്താൻ പാർട്ടി ഇപ്പോൾ നിർബന്ധരായിരിക്കുകയാണ്. അധികാരത്തിൽ വന്ന പുതിയ UDF സർക്കാരിൻ്റെ ജനപ്രിയ നയങ്ങളെ പരസ്യമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് PK ശ്രീമതി രംഗത്തെത്തിയത് പിണറായി വിജയൻ്റെ കടുംപിടുത്ത രാഷ്ട്രീയ ശൈലിയോടുള്ള വിയോജിപ്പായിട്ടാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇവിടെ പൊതുവെ വിലയിരുത്തുന്നത്. കാരണം സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ചതും താൻ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് നടപ്പിലാക്കിയ ആശാ വർക്കർമാരുടെയൊക്കെ തന്നെ ഓണറേറിയം വർദ്ധിപ്പിച്ചതുമായ തീരുമാനങ്ങളൊക്കെ തന്നെ അവർ അഭിനന്ദിച്ചു. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നത് ഏത് സർക്കാരിൻ്റെയും ഉത്തരവാദിത്തമാണെന്നും അതിപ്പോൾ ശത്രുപക്ഷത്തുള്ളവരാണെങ്കിൽ പോലും നല്ല കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും അതിനെ
അഭിനന്ദിക്കാനുള്ള ആ ഒരു മര്യാദ കാണിക്കണമെന്നും അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മുൻപ് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നിരവധി സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടന്നിട്ടുണ്ടെന്ന കാര്യം അവർ ചിരിയോടെ അനുസ്മരിക്കുന്നുണ്ടെങ്കിലും നിലവിലെ UDF സർക്കാരിൻ്റെ തീരുമാനങ്ങളെ പിന്തുണയ്ക്കുന്നത് വഴി ആരോഗ്യകരമായിട്ടുള്ള രാഷ്ട്രീയ ശൈലിയാണ് അവർ ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത്. ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അവിടെ സ്ത്രീകളെയും പെൺകുട്ടികളെയും വലിയ തോതിൽ ആകർഷിച്ച ഇത്തരം ക്ഷേമ പദ്ധതികൾ കേരളത്തിലും വലിയ മാറ്റങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. സൗജന്യ ബസ് യാത്ര പോലുള്ള വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ കേരളം നേരിടുന്ന കടുത്ത സാമ്പത്തിക ബാധ്യതയും അതിനുള്ള സ്രോതസ്സുകളൊക്കെ തന്നെ കണ്ടെത്തേണ്ടതിൻ്റെയൊക്കെ തന്നെ ആവശ്യകതയും അവരിവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകൾ ദിവസേന യാത്രയ്ക്കായിട്ട് KSRTC ആശ്രയിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന് ഇത് വലിയൊരു ഉത്തരവാദിത്വമാണ്. ഇതോടൊപ്പം തന്നെ സ്ത്രീകളുടെ സൗജന്യ യാത്ര കാരണം സ്വകാര്യ ബസ് മേഖലയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയോ ബാധ്യതകളോ ബുദ്ധിമുട്ടോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കേണ്ട ബാധ്യതയും ഈ ഭരിക്കുന്ന സർക്കാരിനുണ്ട്. ഒരു ക്ഷേമ പ്രവർത്തനം നടത്തുമ്പോൾ അത് മറ്റൊരു വ്യവസായത്തെ തകർത്തുകൊണ്ടോ അല്ലെങ്കിൽ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടോ ആകരുതെന്ന പ്രായോഗിക നിർദ്ദേശവും അവരിവിടെ മുന്നോട്ട് വയ്ക്കുന്നു. ഡൽഹി പോലെയുള്ള മഹാനഗരങ്ങളിൽ വർഷങ്ങളായിട്ട് സ്വകാര്യ ബസ്സുകളും പൊതുഗതാഗതവും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന മാതൃകകൾ ഉണ്ടെന്നും അതിനാൽ തന്നെ സ്വകാര്യ ബസ് ഉടമകളുടെയൊക്കെ തന്നെ ആശങ്കകൾ കൃത്യമായി പരിഹരിച്ചുകൊണ്ട് ഈ വ്യവസായത്തെ നിലനിർത്താനായിട്ട് സർക്കാർ മുൻകൈ എടുക്കണമെന്നും അവരിവിടെ ആവശ്യപ്പെടുന്നു. CPIMന്റെ ചരിത്രത്തിൽ ഇത്തരം വൻ പരാജയങ്ങൾ ഇതാദ്യമല്ലെന്നും മുൻപും ഇത്തരം തിരിച്ചടികളിൽ നിന്ന് പാർട്ടി ശക്തമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെന്നും മുതിർന്ന നേതാക്കൾ അണികളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2001 കേവലം 40 സീറ്റുകളിലേക്ക് ഒതുങ്ങി പ്രതിപക്ഷത്തിരുന്ന പാർട്ടി തൊട്ടടുത്ത 2006 തെരഞ്ഞെടുപ്പിൽ 100 സീറ്റുകൾ നേടി അധികാരത്തിൽ തിരിച്ചെത്തിയ ചരിത്രം അവരിവിടെ ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിലെ വോട്ടർമാർ എപ്പോഴും മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെയൊക്കെ തന്നെ നന്മതിന്മകൾ വിലയിരുത്തി വോട്ട് ചെയ്യുന്നവരാണെന്നും 2019 2024 ലോക്സഭയിൽ വലിയ തിരിച്ചടി നേരിട്ടിട്ടും 2021 പാർട്ടി ശക്തമായ മുന്നേറ്റം നടത്തി ഭരണ തുടർച്ച നേടിയത് അതിൻ്റെ തെളിവാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പാകപ്പിഴകൾ അത് പൂർണ്ണമായിട്ട് തിരുത്താൻ സമയം ലഭിക്കുന്നതിന് മുൻപാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നതെന്ന സാങ്കേതിക വശം ഉണ്ടെങ്കിലും പാർട്ടിയുടെ ഈ വീഴ്ചകൾ അത് തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് പരിഹരിക്കേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ UDF ഭരണകാലത്ത് വനിതാ പ്രാതിനിധ്യത്തിന് വലിയ പ്രാധാന്യം നൽകാതിരുന്നപ്പോഴാകട്ടെ LDF എപ്പോഴും വനിതകൾക്ക് കൃത്യമായിട്ടുള്ള പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്ന കാര്യവും അവരിവിടെ അടിവരയിട്ട് പറയുന്നു. എന്തൊക്കെ ന്യായീകരണങ്ങൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ കേരളത്തിലെ ഈ ഒരു വലിയ പരാജയം അത് കടുത്ത വിചാരണയ്ക്ക് വിധേയമാകുമെന്ന കാര്യം ഉറപ്പാണ്. മുൻപ് പശ്ചിമ ബംഗാളിലും അതോടൊപ്പം തന്നെ ത്രിപുരയിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സംഭവിച്ചതുപോലുള്ള ദയനീയമായിട്ടുള്ള പരാജയം തകർച്ച അത് കേരളത്തിലും ആവർത്തിക്കാതിരിക്കാൻ കേന്ദ്ര നേതൃത്വം ശക്തമായ ഇടപെടലുകൾ നടത്തുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. സംസ്ഥാന നേതൃത്വത്തിൽ പിണറായി വിജയനും MV ഗോവിന്ദനും പുലർത്തുന്ന കടുംപിടുത്തങ്ങൾക്കും അപ്രമാദത്തിനും കടിഞ്ഞാണിടാനായിട്ട് കേന്ദ്രം ഒരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള പ്രധാന ആയുധങ്ങളായിട്ട് മാറുന്നത് ഇത്രയും കാലം ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട മുതിർന്ന നേതാക്കൾ തന്നെയാണ്. പാർട്ടിയിലെ തിരുത്തൽ പ്രക്രിയകൾക്ക് നേതൃത്വം നൽകാനായിട്ട് PK ശ്രീമതിയും KK ശൈലജയും ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കൾ മുന്നോട്ട് വരുമ്പോൾ കണ്ണൂരിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ഈ തിരുത്തൽ വാദം അത് CPMന്റെ ഭാവിയെ എങ്ങോട്ട് മാറ്റി എഴുതുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടി വരും.